കോട്ടയം RTO ഓഫീസിൽ നാഥനില്ലാതായിട്ട് 2 മാസമായി. സ്ഥലം മാറിപ്പോയ RTOയ്ക്ക് പകരം വന്ന RTO മെഡിക്കൽ ലീവിൽ പ്രവേശിച്ചതാണ് പ്രതിസന്ധിക്ക് കാരണം. 1.5 മാസത്തിന് ശേഷം പത്തനംതിട്ട RTOയ്ക്ക് പകരം ചുമതല നൽകിയെങ്കിലും പ്രവർത്തനങ്ങൾ കാര്യക്ഷമമല്ലെന്നാണ് ആക്ഷേപം. കോട്ടയത്ത് RTO സ്ഥലം മാറിപ്പോയിട്ട് 2 മാസം കഴിഞ്ഞു. പകരം മറ്റൊരാൾ ചാർജ് എടുത്തു. പക്ഷേ ആ ചാർജ് എടുത്ത വ്യക്തി അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ആ ചാർജ് എടുത്ത അതേ ദിവസം തന്നെ മെഡിക്കൽ ലീവ് എടുത്ത് പോയി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിന് പകരമായിട്ട് പിന്നീട് മറ്റൊരു RTO ഇവിടെ നിയമിച്ചിട്ടില്ല. ഇവിടെ ഏറ്റവും പ്രതിസന്ധിയാകുന്നത് വലിയ വാഹനങ്ങൾ സംബന്ധിച്ചുള്ള അപേക്ഷകൾ നൽകുമ്പോഴാണ്. ഉദാഹരണത്തിന് ഒരു ബസ്സിന്റെ പെർമിറ്റ് റിന്യൂവൽ ആണെങ്കിലോ അല്ലെങ്കിൽ ഒരു ടെമ്പററി പെർമിറ്റ് നമ്മൾ അപേക്ഷ ഇട്ടാലൊക്കെ ഇതിൽ അധികാരം തീർപ്പ് കൽപ്പിക്കാനുള്ളത് RTO മാത്രമാണ്. പത്തനംതിട്ട RTOയ്ക്ക് കോട്ടയം RTOയുടെ താൽക്കാലിക ചുമതല കൂടി നൽകിയിട്ടുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അതൊരിക്കലും പ്രാക്ടിക്കൽ അല്ല. 100 കണക്കിന് ആളുകൾ രാവിലെ ഓഫീസിലേക്ക് എത്തുന്നു, ഉച്ചവരെ ഇവിടെ കാത്തു നിൽക്കുന്നു. RTO ഇല്ല എന്ന് പറഞ്ഞ് പലരും മടങ്ങിപ്പോകുന്നത് ഇപ്പോൾ ഒരു നിത്യ കാഴ്ചയാണ്. അതുകൊണ്ട് സ്ഥിരമായി ഒരു RTOയെ കോട്ടയത്ത് നിയമിച്ചുകൊണ്ട് ഈ വിഷയം ശാശ്വതമായി പരിഹരിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഒരു ആവശ്യം. അഖിൽ കെ കോട്ടയത്ത് നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. ഗുഡ് മോർണിംഗ് അഖിൽ. RTO ഇല്ലാതെ 2 മാസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പത്തനംതിട്ട RTOയ്ക്ക് പത്തനംതിട്ടയുടെ കാര്യവും നോക്കണമല്ലോ. അപ്പോൾ 2 ജില്ലയുടെയും കൂടെ കാര്യങ്ങൾ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ പ്രതിസന്ധി ഇല്ലാതെ കൊണ്ടുപോകാൻ കഴിയില്ല എന്നത് എന്താണ് ഗതാഗത വകുപ്പിൽ നിന്ന് മനസ്സിലാവാത്തത്? അതുതന്നെയാണ് സുചി. അതായത് പത്തനംതിട്ട RTOയ്ക്ക് ഈ ചുമതല കൊടുത്തത് പോലും ഈ അടുത്താണ് എന്നുള്ളതാണ്. 1.5 മാസത്തിന് ശേഷമാണ് ഈ അധിക ചുമതല നൽകുന്നത്. അതുവരെ ഈ RTO തന്നെ ഉണ്ടായിരുന്ന RTOയുടെ ചുമതല പകരം ജോയിന്റ് RTOയ്ക്ക് നൽകുന്ന നടപടി പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഏറെക്കാലം ഈ പെർമിറ്റുകളും അതുപോലെ തന്നെ അങ്ങനെയുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ നിലക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായതിനു ശേഷമാണ് പിന്നീട് ഈ പത്തനംതിട്ട RTOയ്ക്ക് അധിക ചുമതല. പക്ഷേ അപ്പോഴും ഈ പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ RTO നേരിട്ട് അതായത് ഓൺലൈനായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ RTOയ്ക്ക് പത്തനംതിട്ട ഇരുന്നു കൊണ്ട് ചെയ്തു തീർക്കാൻ കഴിയും. അതുപോലെ തന്നെ അത്തരത്തിലുള്ള പ്രവർത്തികളൊക്കെ അവിടെ ചെയ്യാം. പക്ഷേ ഈ നേരിട്ടെത്തി RTO നേരിട്ട് വരേണ്ട ചില സാഹചര്യങ്ങളുടെ ബസ്സിന് പെർമിറ്റ് നൽകുന്ന അടക്കമുള്ള പുതിയ റൂട്ട് നൽകുമ്പോൾ അല്ലെങ്കിൽ അതിന് സമയം ക്രമീകരിക്കുമ്പോൾ ഈ കാര്യത്തിലൊക്കെ തന്നെ RTO നേരിട്ട് എത്തേണ്ടതുണ്ട്. അത്തരം സാഹചര്യങ്ങളിൽ നേരിട്ടെത്തി ഒരു യോഗം വിളിച്ച് അതിനുള്ളിൽ ഒരു ബോർഡ് കൂടിയ ശേഷം ആ ബോർഡിനുള്ളിലാണ് കൃത്യമായി തീരുമാനമെടുക്കുക. അതിന് RTO നേരിട്ട് തരണം. പക്ഷേ അത് കൃത്യമായി നടക്കുന്നില്ല എന്നുള്ളതിനാണ് പരാതി. കാരണം അതിൽ വലിയ കാലതാമസം വരുന്നു. കാരണം പത്തനംതിട്ട RTO ഇവിടേക്ക് എത്തണം, ബോർഡ് യോഗം കൂടണം. ഇവിടെ ഒരു സ്ഥിരമായ RTO ഉണ്ടെങ്കിൽ പക്ഷേ ആ പ്രതിസന്ധി ഉണ്ടാകേണ്ടതില്ല അല്ലെങ്കിൽ ഉണ്ടാകില്ല എന്നുള്ളതിന്. അപ്പോൾ ഈ നേരിട്ടെത്തുന്ന അല്ലെങ്കിൽ നേരിട്ട് RTOയുടെ നേരിട്ടെത്തി നടത്തേണ്ട പ്രവർത്തികളൊന്നും തന്നെ കൃത്യമായി നടക്കുന്നില്ല. അതിന്റെ ഒരു ആക്ഷേപം, അതിന്റെ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് ഈ ബസ് ഓപ്പറേറ്റർമാരും അതുപോലെ തന്നെ ഈ RTO സേവനം തേടിയെത്തുന്ന ആളുകളൊക്കെ തന്നെ പറയുന്നത്. അപ്പോൾ അടിയന്തരമായ അതിലൊരു വിഷയം ഇടപെടൽ ഉണ്ടാക്കണം. അടിയന്തരമായി തന്നെ ആ വിഷയത്തിൽ ഗതാഗത വകുപ്പ് ഇടപെടണം എന്നുള്ള കാര്യമാണ്. കാരണം 2 മാസത്തിലധികമായി ഇത് ആദ്യം ഒരു RTO ഉണ്ട്, അദ്ദേഹം സ്ഥലം മാറിപ്പോയി, പകരം ഒരു RTO വരുന്നു. അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഈ മെഡിക്കൽ ലോങ് ലീവ് എടുത്ത് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അപ്പോൾ അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഒരുപക്ഷെ നേരത്തെ തന്നെ ഇത് മനസ്സിലാക്കി പകരം മറ്റൊരാളെ ഇങ്ങോട്ട് മാറ്റേണ്ടതായിരുന്നു. അല്ലെങ്കിൽ ഈ ലോങ് ലീവ് എടുത്ത് പോകുമ്പോൾ അതിന് പകരം ഒരു സംവിധാനം, കൃത്യമായ ഒരു സംവിധാനം, ഒരു സ്ഥിരം സംവിധാനം ഏർപ്പെടുത്താനെങ്കിലും പത്തനംതിട്ട RTOയ്ക്ക് പകരമായി അല്ലെങ്കിൽ ഇവിടുത്തെ ജോയിന്റ് RTOയ്ക്ക് പകരം ചുമതല നൽകുന്ന ഒരു സംവിധാനം ഉണ്ടാവണം. പക്ഷെ അതൊന്നും ഉണ്ടായില്ല. ഇത്തരത്തിലൊരു കാലതാമസം ഉണ്ടാകുന്നു. വലിയ അതിനൊരു പരിഹാരം ഉണ്ടാകണം. ആ പരിഹാരം ശാശ്വതമാവുകയും വേണം. കാരണം ഓരോ ജില്ലയ്ക്കും ആവശ്യങ്ങളുണ്ടല്ലോ, അല്ലെ ജില്ലയിലെ മനുഷ്യർക്ക് ആവശ്യങ്ങളുണ്ടല്ലോ RTOയെ കൊണ്ട്.